ഇനി ഒരു രക്ഷയുമില്ല. ഞാൻ ചോദ്യം അതുപോലെ വായിക്കുകയാണ്. സ്നേഹിച്ചു പോയി, കൽബിൽ തുളച്ചു കയറിയ പ്രണയമായി പോയി. നിങ്ങൾ ഈ മുഴുവൻ വായിച്ചു കേട്ട് അങ്ങനെ ചിരിക്കൂല, ആദ്യത്തെ വരി വായിച്ചുകൊണ്ട് ചിരിച്ചാണ്. വീട്ടുകാരുമായി സംസാരിച്ച് ഉറപ്പിച്ചുകൂടെ, അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഇതിനൊരു നല്ല മറുപടി പ്രതീക്ഷിക്കുന്നു. പറ്റില്ല എന്ന് പറയുന്നതിന് മുമ്പ് പറ്റും എന്ന് പറയാൻ പറ്റുമോ? ഇത് അഞ്ച് കൊല്ലത്തെ പ്രണയമാണെന്ന്. ഈ ചോദിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു സംഗതി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ചോദ്യം ഉപകരിക്കുമെന്നത് കൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ അത് വേണ്ടെന്ന് വെക്കുന്നതിനെ കുറിച്ച് ഒരു ശതമാനം പോലും ചിന്തിക്കാൻ കഴിയില്ലെന്നാണ് ഈ ചോദ്യത്തിന്റെ അന്തസത്ത. ഞങ്ങൾ പറഞ്ഞത് ഇത് എന്തുകൊണ്ട് വരുന്നു എന്നതാണ് എനിക്ക് ഒരു വാക്കിൽ നിങ്ങളോട് പറയാനുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോഴൊക്കെ എന്താ അറിയോ, ബ്രഷില്ലാതെ വരുമ്പോ തന്റെ ഭാര്യ ഉപയോഗിച്ച ബ്രഷോ അല്ലെങ്കിൽ ഭർത്താവ് ഉപയോഗിച്ച ബ്രഷോ തിരിച്ചുപയോഗിക്കാൻ വലിയൊരു പ്രശ്നം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തോന്നൂല. ഞാൻ പറഞ്ഞത്, സ്വന്തം മാലിന്യങ്ങൾ പരസ്പരം ഏറ്റെടുക്കേണ്ടി വരികയോ വൃത്തിയാക്കേണ്ടി വന്നാലോ ഭാര്യ ഭർത്താക്കന്മാർക്ക് അതൊരു പ്രശ്നമല്ല. ജീവിതത്തിൽ എത്രത്തോളം ഇടപെടാനും ഭാര്യ ഭർത്താക്കന്മാർക്ക് പറ്റും. നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് പ്രതികൂലത വന്നാലും വേർപിരിയരുതേ ഈ ബന്ധം എന്ന അള്ളാഹുവിന് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് അള്ളാഹു മറ്റൊരു കാരണങ്ങളുമില്ലാതെ തന്നെ ഒരിക്കലും വേർപിരിയാൻ പറ്റാത്തൊരു ബന്ധമാക്കിയിട്ടാണ് വിവാഹത്തിലൂടെയുള്ള ഭാര്യ ഭർത്തൃ ബന്ധത്തെ വെച്ചിരിക്കുന്നത്. ആയത്ത് നിങ്ങൾക്കറിയാം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ത്? അവൻ നിങ്ങൾക്ക് ഇണകളെ തന്നു. ലിതസ്കുനൂ ഇലൈഹ, അവളിലേക്ക് നിങ്ങൾ ശാന്തത കണ്ടെത്താൻ വേണ്ടി. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അള്ളാഹു അവൻ നേരിട്ട് ഇടപെട്ട് നിങ്ങൾക്കിടയിൽ ഒരു സ്നേഹത്തെയും കാരുണ്യത്തെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഈ വിവാഹത്തിലൂടെയുള്ള സ്നേഹവും ബന്ധവും യഥാർത്ഥത്തിൽ പ്രേമത്തിലൂടെ വരികയാണ്. വന്നു കഴിയുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവിനെയും 5 കൊല്ലം പഴക്കമുള്ള ഒരു ദാമ്പത്യത്തെ വേർപെടുത്താൻ എന്തുമാത്രം ശ്രമം ആവശ്യമാണോ അതേപോലെ ശ്രമം ആവശ്യമാണ് 5 കൊല്ലത്തെ പ്രേമത്തിന്റെ കാലപ്പഴക്കമുള്ള 5 കൊല്ലത്തെ ബന്ധത്തിനും അതന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നല്ല സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയുമുള്ള ഒരു ദാമ്പത്യ ജീവിതം സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എനിക്ക് അവസാനത്തെ അഭ്യർത്ഥന. ഞാൻ പറഞ്ഞത്, ഈ പ്രേമത്തിന്റെ പരിക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രതിഫലിക്കുമെന്നുറപ്പ്, യാതൊരു സംശയം. അത് പ്രേമിച്ച പ്രേമം വിവാഹമായി മാറിയാലും പ്രേമം വഴിപിരിഞ്ഞ് അവസാനിപ്പിച്ചാലും എല്ലാം അതിന്റെ പരിക്കുകളിൽ വ്യത്യാസം ഉണ്ടാകും എന്നല്ലാതെ ചെറിയ പ്രയാസം അതുകൊണ്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഈ ഭൂമിയിൽ ഏറ്റവും അധികം ആനന്ദം നൽകുന്നത് ആ ഭാര്യ ഭർത്തൃ സ്നേഹവും ബന്ധവും തന്നെയാണ്. അത്ര ആഹ്ലാദപരമായി ഇവിടെ വേറൊന്നില്ല. അതുകൊണ്ട് ആ സന്തോഷകരമായ അനുഭവം നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ നമ്മൾ എത്തിയോടത്ത് വെച്ച് ഇത് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഗൗരവപരമായി ആലോചിക്കുകയും ആത്മാർത്ഥമായ അള്ളാഹുലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് എഴുതിയ ചോദ്യം നമ്മൾ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ചോദ്യമാണ്. ഒരുപക്ഷെ തിന്മയിൽ കുടുങ്ങിയ ആളുകൾ ആ തിന്മയ്ക്ക് ന്യായീകരണം പറയാൻ ചെയ്യുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കൈകടത്തലാണ് ഈ ചോദ്യത്തിൽ കാണുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ കളിക്കോപ്പുകൾ കൊടുത്തയച്ചു. ഇത് ഒരു പ്രേമത്തിന്റെ അനുവാദത്തിനുള്ള തെളിവല്ലേ എന്ന് ചോദിച്ചു. സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും അത്യധികം മാതൃകയായ, നാം നമ്മുടെ ജീവനേക്കാൾ ശ്രമിക്കുന്ന, ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും ആ മഹത്വം അംഗീകരിച്ച മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഈ വൃത്തികെട്ട ഈ സമൂഹത്തിന്റെയും ഈ കാലഘട്ടത്തിന്റെയും ഏറ്റവും വലിയ ശാപം, അനേകം കുടുംബ ബന്ധങ്ങളെയും സമൂഹങ്ങളെയും കശക്കിയെറിഞ്ഞ പാപം, വളർത്തിക്കൊണ്ടുവന്ന പൊന്നോമന മക്കളുടെ വിവാഹനാള് കാത്തിരുന്ന അനേകം മാതാപിതാക്കൾക്ക് കണ്ണുനീർ നൽകിയ ഇത്രയും വലിയൊരു ദുരന്തത്തെ ഇസ്ലാമിന്റെ പേരിലോ ആ മഹാവ്യക്തിത്വത്തിന്റെ പേരിലോ ന്യായീകരിക്കുന്നതിലേക്ക് എത്തുന്നത് തിന്മയോടുള്ള ആഭിമുഖ്യമാണ്. നമ്മൾ തിരിച്ചറിയണം, എന്ത് വില കൊടുത്തും അതൊരു തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുവാനും മറക്കുവാനും അവസാനിപ്പിക്കുവാനും പറ്റണം. കഴിഞ്ഞ പ്രോഫ്കോണുകൾ ഏറ്റവും അധികം ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കാനും മടങ്ങാനും അനേകം സഹോദരന്മാരെ പ്രേരിപ്പിച്ചതും അവിടെ തീരുമാനങ്ങൾ ഇന്നും അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ഒരു സുഹൃത്ത് ഇത്തരം ഒരു ബന്ധത്തിൽപ്പെട്ടു. ഞങ്ങൾ അദ്ദേഹത്തോട് പറയും, എന്റെ ഈ തുടക്കം എനിക്കൊരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹവുമായി നിരന്തരം സംസാരിച്ചു. അദ്ദേഹം അതിന് പിൻവാങ്ങി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച്
അയാൾ ഇന്ന് ജീവിക്കുന്നു 4-5 കുട്ടികളോടൊപ്പം. ഒരുപക്ഷെ ഇന്നും ആ ബന്ധം മാറി നിൽക്കുകയും ഒരു പുതിയ വിവാഹം കഴിക്കുകയും ചെയ്തതിന്റെ നന്ദി ഇന്നും അയാൾ എന്നോട് രേഖപ്പെടുത്തുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇത്തരം ബന്ധങ്ങളെ ഇല്ലാതാക്കുവാൻ നിങ്ങളുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളും കൂട്ടായ പരിശ്രമങ്ങൾ നടത്തി ഇതിനെ വേർപ്പെടുത്തുവാനും ഒരു നല്ല ജീവിതത്തിലേക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാരെ തിരിച്ചു കൊണ്ടുവരാനും പരിശ്രമിക്കണം. നമ്മളിൽ നിന്നുള്ള തെറ്റുകൾ അവസാനിപ്പിക്കുവാനുള്ള കടുത്ത തീരുമാനമെടുക്കുവാനും നന്മയിലേക്ക് തിരിച്ചു വരാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവും.